ഞാൻ രണ്ട് ഫോട്ടോ കാണിക്കാം. ഇതിലൊന്ന് പുതുതായി കൂദാശ ചെയ്ത ശ്രേഷ്ഠ മഫ്രിയാനോയുടെ സ്വന്തം ഇടവക പള്ളിയുടെ മുഖാവരത്തിൽ പതിച്ചിരിക്കുന്നത് ഒരു ലോഗോ. രണ്ടാമത്തത് എൽദോ മാർ തീത്തോസ് മെത്രാപോലീത്തോയുടെ അമേരിക്കയിലെ ഭദ്രാസന ആസ്ഥാനത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ബോർഡിലെ ലോഗോ മറ്റൊന്ന്. ഇതിലേതാണ് ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ്? ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ ഇവർക്കാകില്ലേ? ഈ രണ്ടാമത്തെ ഫോട്ടോയിൽ കാണുന്നത്, അതായത് തീത്തോസ് തിരുമേനിയുടെ കൂട്ടത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്, വെട്ടിക്കൽ സെമിനാരി മാർ തെയോഫിലോസും രാജിവെച്ച് വീണ്ടും സ്ഥാനമേറ്റെടുത്ത നിരണം മാർ കൂറിലോസുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് ഒന്ന് പറയാമോ? നിങ്ങൾ വളരെ ആവേശത്തോടെ പറയുന്ന നിങ്ങളുടെ എംബ്ലം ഏതാണെന്ന്? ഈയിടെ കരിസ്മാറ്റിക് മെത്രോപോലിത്തന്മാരെ തിരുത്തിയതുപോലെ ശ്രേഷ്ഠ മഫ്രിയാനോ ഇതിലെ ശരി ഏതെന്ന് പറയുമോ? അത് കേൾക്കാൻ കാതോർത്തിരിക്കുവാണ് യാക്കോ കുഞ്ഞുങ്ങൾ. ഒരുപക്ഷെ പാത്രിയാർക്കീസ് ഇത് കാണുകയാണെങ്കിൽ അദ്ദേഹം വിചാരിക്കും, ഇവന്മാർക്കൊന്നും വെളിവും വെള്ളിയാഴ്ചയുമില്ലേ എന്ന്. മാത്രമല്ല, അപ്പോൾ തന്നെ മഫ്രിയാനയുടെ കുപ്പായം ഊരി വാങ്ങിക്കും. ഇതാണ് എല്ലാവരും പറയുന്നത് മൊത്തം വ്യാജമാണെന്ന്. വ്യാജത്തിൽ ജനിച്ച് വ്യാജത്തിൽ മുങ്ങി നിൽക്കുന്ന നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം വ്യാജത്തിലാണല്ലോ യാക്കോ വിഭാഗം തന്നെ ഉണ്ടായത്. അങ്ങനെ വ്യാജത്തിലുണ്ടായ കാതോലിക്ക മഫ്രിയാന ആരോട് ക്ഷമിച്ചാലും കോട്ടയം കാതോലിക്ക കോസിനോട് ക്ഷമിക്കില്ലെന്ന് മിനിഞ്ഞാന്ന് പറഞ്ഞ നാവ് കൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് സമാധാനം വേണം, സമാധാനത്തിനായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന്. ഇപ്പോൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാകാൻ ശ്രമിക്കുന്ന ശ്രേഷ്ഠ മഫ്രിയാനയും അനുയായികളും പൗലോസ് ദ്വിതീയൻ ബാവയോട് കാണിച്ചതൊന്നും മലങ്കര മക്കൾ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല, മറക്കാൻ സമയമായിട്ടുമില്ല. ലോകത്തിന്റെ ഏത് കോടതിയിൽ പോയാലും മലങ്കര സഭയ്ക്ക് ഒറ്റ വാക്കേയുള്ളൂ, ഒറ്റ നിയമമേയുള്ളൂ. അത് 934 ഭരണഘടനയാണ്. രാജ്യത്തിന്റെ പരമോന്നത കോടതി പറഞ്ഞതുപോലെ നിങ്ങൾ കൈവശം വെച്ചിട്ടുള്ള മലങ്കര സഭയുടെ പള്ളികളും സ്വത്തുക്കളും വിട്ടുകൊടുത്ത് സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യൂ. എന്നിട്ട് സമാധാനത്തിന് വേണ്ടി ചർച്ചയ്ക്ക് തയ്യാറാകൂ.